ഹായ്, എൻ്റെ പേര് ആതിര. ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അതിനകത്ത് തന്നെ നമുക്ക് നോക്കാം വാട്ട് ഈസ് ബുക്ക് കീപ്പിംഗ്, വാട്ട് ഈസ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനലി ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ആദ്യം തന്നെ നമുക്ക് നോക്കാം ബുക്ക് കീപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. ബുക്ക് കീപ്പിംഗ് ഈസ് മെയിൻലി കൺസേൺ വിത്ത് ദ റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഡേറ്റ റിലേറ്റിംഗ് ടു ബിസിനസ് ഓപ്പറേഷൻ ഇൻ എ സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഓർഡർലി മാനർ. അതായത് നമുക്കറിയാം, ഏതൊരു ബിസിനസ് സ്ഥാപനത്തിലും ഒരുപാട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ഡേറ്റകളെ എല്ലാം കൃത്യമായ രീതിയിൽ ഒരു ഓർഡർ അനുസരിച്ച് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് നോളജ് വിച്ച് ഗൈഡ് us ഹൗ ടു കീപ്പ് എ റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഇങ്ങനെ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുകളെ എങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കാം എന്നതിനെ പറ്റി ഒരു നിർദ്ദേശം നൽകുന്ന ഒരു ബ്രാഞ്ച് ഓഫ് നോളജ് ആണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അടുത്ത പോയിന്റാണ് ബുക്ക് കീപ്പിംഗ് ഈസ് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഈസ് കൺസേൺ വിത്ത് റെക്കോർഡ് കീപ്പിംഗ് ഓർ മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ ഇത് എന്ന് പറയുന്നത് ട്രാൻസാക്ഷനുകളെ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നതും അതുപോലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അക്കൗണ്ടിങ് മേ ബി ഡിഫൈൻഡ് ആസ് an art of recording, classifying and summarizing in a significant manner in terms of money transactions and events which are in part at least of a financial character and interpreting the results thereof. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് ഡിഫൈൻ ചെയ്തു വച്ചിരിക്കുന്നത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ഇടപാടുകളെ ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ രേഖപ്പെടുത്തി വെക്കുകയും അതിനെ ക്ലാസിഫൈ ചെയ്ത് തരം തിരിച്ച് സംഗ്രഹിച്ച് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കി മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ തന്നെ മനസ്സിലാക്കാം, ബുക്ക് കീപ്പിങ്ങിനേക്കാളും കുറച്ചുകൂടി ടേം വരുന്നതാണ് അക്കൗണ്ടിങ്ങിനകത്ത്. അതിനകത്ത് റെക്കോർഡിങ് മാത്രമല്ല, അതിനുശേഷം ക്ലാസിഫിക്കേഷനും സമ്മറൈസിങ്ങും റിസൾട്ട് നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അടുത്ത പോയിന്റാണ് അക്കൗണ്ടിങ് റെഫേർസ് ടു ദ ആക്ച്വൽ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ആൻഡ് പ്രസൻറ്റിംഗ് ദ അക്കൗണ്ട്സ്. നമ്മൾ ബിസിനസ്സിലുള്ള എല്ലാ അക്കൗണ്ട്സുകളും പ്രിപ്പയർ ചെയ്യുകയും അതിനെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആക്ച്വൽ പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് നമുക്ക് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ്. ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാലും ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാലും സെയിം കൺസെപ്റ്റ് ആണ് എന്ന് കുറച്ച് പേര് കരുതുന്നുണ്ടായിരിക്കും. കാരണം അതിനകത്തെല്ലാം റെക്കോർഡിങ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാലും ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാലും രണ്ടും സെപ്പറേറ്റ് ആണ്. അത് തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് സ്കോപ്പ്, സാധ്യത. ബുക്ക് കീപ്പിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരു ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുകയും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ് ഒരു ബുക്ക് കീപ്പിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു. പക്ഷേ അക്കൗണ്ടിങ്ങിൽ ഇറ്റ് ഈസ് നോട്ട് ഓൺലി റെക്കോർഡിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബട്ട് ഓൾസോ ഇൻക്ലൂഡ്സ് അനാലിസിസ്, ഇൻ്റർപ്രിറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഇൻഫർമേഷൻ. അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുക മാത്രമല്ല, അതിനുശേഷം അതിനെ തരംതിരിക്കുകയും അതിനെ സമ്മറൈസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ബുക്ക് കീപ്പിങ്ങിനേക്കാളും കൂടുതലായിരിക്കും. ഇനി രണ്ടാമത്തെ ഡിഫറൻസ് ആണ് സ്റ്റേജ്. ബുക്ക് കീപ്പിംഗ് എന്നാൽ പ്രൈമറി സ്റ്റേജ് ആണ്. അതായത് ഫസ്റ്റ് സ്റ്റേജ്, ഒരു ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേജാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്റ്റേജ് ആണ്. അതായത് അതിനകത്ത് റെക്കോർഡ് ചെയ്യുക മാത്രമല്ല, അതിനുശേഷം കുറേ പ്രോസസ്സും കൂടെ വരുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ, സമ്മറൈസിങ്ങും അനലൈസിങ്, ഇൻ്റർപ്രിറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഇത് സെക്കൻഡറി സ്റ്റേജ് ആണ് എന്ന് പറയാം. ഇനി അടുത്ത ഡിഫറൻസ് ആണ് ഒബ്ജക്റ്റീവ്, ലക്ഷ്യം. ബുക്ക് കീപ്പിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു മെയിൻറ്റെയിൻ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. അതായത് ബിസിനസ് ട്രാൻസാക്ഷനുകളെ കൃത്യമായി റെക്കോർഡ് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ബുക്ക് കീപ്പിങ്ങിൻ്റെ ലക്ഷ്യം. അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം. ടു അസർട്ടൈൻ ദ നെറ്റ് റിസൾട്ട് ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ നെറ്റ് റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഫലം എന്താണെന്ന് അറിയുന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യം.
ഇനി അടുത്ത ഡിഫറൻസ് ആണ് റെസ്പോൺസിബിലിറ്റി. എ ബുക്ക് കീപ്പർ ഈസ് റെസ്പോൺസിബിൾ ഫോർ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ബിസിനസ്സിലെ ട്രാൻസാക്ഷനുകളെ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന വ്യക്തിക്ക് പറയുന്ന പേരാണ് ബുക്ക് കീപ്പർ. ബുക്ക് കീപ്പിങ്ങിൽ അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്ത് വെക്കുകയും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനും പറയുന്ന പേരാണ്, ആ വ്യക്തിക്ക് പറയുന്ന പേരാണ് ബുക്ക് കീപ്പർ എന്ന്. പക്ഷേ ഒരു അക്കൗണ്ടിങ്ങിൽ an accountant is also responsible for the work of bookkeeper. അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആ വ്യക്തിക്ക് പറയുന്ന പേരാണ് അക്കൗണ്ടന്റ്. ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് കീപ്പറുടെ എല്ലാ വർക്കിനും റെസ്പോൺസിബിൾ ആയ വ്യക്തി കൂടി ആയിരിക്കും. ഇനി അടുത്ത ഡിഫറൻസ് ആണ് സൂപ്പർവിഷൻ. ദ ബുക്ക് കീപ്പർ ഡസ് നോട്ട് സൂപ്പർവൈസ് ആൻഡ് ചെക്ക് ദ വർക്ക് ഓഫ് ആൻ അക്കൗണ്ടന്റ്. ഒരു ബുക്ക് കീപ്പർ ഒരിക്കലും ഒരു അക്കൗണ്ടന്റിന്റെ വർക്കിനെ മേൽനോട്ടം വഹിക്കുകയോ അതിനെ പരിശോധിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ അക്കൗണ്ടിങ്ങിൽ വരുമ്പോൾ ആൻ അക്കൗണ്ടന്റ് സൂപ്പർവൈസസ് ആൻഡ് ചെക്ക് ദ വർക്ക് ഓഫ് ബുക്ക് കീപ്പർ. ഒരു ബുക്ക് കീപ്പറുടെ വർക്കിനെ എല്ലാം സൂപ്പർവൈസ് ചെയ്ത് കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ പരിശോധിക്കുകയോ ചെയ്യാനുള്ള അവകാശം ഒരു അക്കൗണ്ടന്റിന് ഉണ്ടായിരിക്കും. ഇനി അടുത്ത ഡിഫറൻസ് ആണ് സ്റ്റാഫ് ഇൻവോൾവ്ഡ്. ബുക്ക് കീപ്പിങ്ങിൽ വർക്ക് ഈസ് ഡൺ ബൈ ദ ജൂനിയർ സ്റ്റാഫ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷനിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ബുക്ക് കീപ്പിംഗ് ചെയ്യുന്നത് ഏറ്റവും ജൂനിയർ സ്റ്റാഫുകളായിരിക്കും. പക്ഷേ ഒരു അക്കൗണ്ടിങ്ങിൽ സീനിയർ സ്റ്റാഫ് പെർഫോം ദ അക്കൗണ്ടിങ് വർക്ക്. ആ സ്ഥാപനത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞത് അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ടേമിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ മീനിങ്ങും അത് തമ്മിലുള്ള ഡിഫറൻസും എന്താണെന്നാണ് ഇന്നിവിടെ പരിചയപ്പെട്ടത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.